ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് കണ്ടേ? ഇതാണത്. അത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് അവർ ഓപ്പൺ ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. സാധനം എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു വയർലെസ് മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് നമ്മളുടെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വയർലെസ് മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൊബൈലിൻ്റെ മൈക്കിലാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം നോയ്സ് ഇതൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ മൈക്ക് ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ തരുമ്പോൾ അത് നല്ല വോയിസ് ക്വാളിറ്റിയിൽ തരണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നല്ല ഹൈ റേഞ്ചിലുള്ള മൈക്കൊന്നുമല്ല, നമ്മൾ ബിഗിനേഴ്സിന് പറ്റിയ ഒരു സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ള കേട്ടോ. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഗ്രനേറോ എന്നുള്ള ബ്രാൻഡിൻ്റെ S30 Pro എന്നുള്ളൊരു ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ J30 എന്നുള്ളൊരു ഇതുണ്ട്. അതൊരു 1000-400 രൂപ ഇതിനേക്കാളും റേറ്റ് കുറവാണ്. പക്ഷേ നമ്മളത് രണ്ടും കൂടി കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് ഇതാണ് കുറച്ചുകൂടെ വോയിസ് കാര്യങ്ങളൊക്കെ ബെറ്ററായി തോന്നിയത്. അതുകൊണ്ടാണ് നമ്മളിത് റേറ്റ് 400 രൂപ കൂടുതലായാലും കുഴപ്പമില്ല, കുറച്ച് ബെറ്ററായിട്ടുള്ള തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത് കേട്ടോ. ഇതിൽ തന്നെ ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡ് കൊടുത്തിട്ട് 1 year വാറണ്ടി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് സ്കാൻ ചെയ്തിട്ട് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. നമുക്ക് ഐറ്റം കാണിച്ചു തരാം. ഇതിൻ്റെ പാക്കിങ് വരുന്നത് ഒരു റിസീവറും 2 ട്രാൻസ്മിറ്ററും ആണ് വരുന്നത്. ഡുവൽ ചാനലാണ്. ഇതിൽ വരുന്നത് C ടൈപ്പാണ് കേട്ടോ കണക്ടർ. റിസീവർ C ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഐഫോണിൻ്റെ ഒരു കണക്ടറും കൂടി വരുന്നുണ്ട് കേട്ടോ. 2 ട്രാൻസ്മിറ്റർ, 2 മൈക്ക്, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി അതിൻ്റെ ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇതൊരു യൂസർ മാനുവൽ. ഇതാണ് ഇതിൻ്റെ ഐഫോൺ കണക്ടർ വരുന്നത് കേട്ടോ. കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു C ടൈപ്പ് ചാർജറും കൂടി വരുന്നുണ്ട്. ഇതിൽ 2 C ഇത് വരുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഇത് പെട്ടെന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്മിറ്ററിലേക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനാണ് ഇത് 2 എണ്ണം വരുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഒന്ന് ഉപയോഗിച്ചിട്ട് ഈ ബോക്സ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഇതിനുള്ളിൽ അത് വരുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ട് എത്രത്തോളം വോയിസ് വേരിയേഷൻ വരുന്നുണ്ടെന്നുള്ളത്, വോയിസ് ക്ലാരിറ്റി ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾ കേൾക്കുന്നത് ഇത് കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇതിൽ തന്നെ 3 ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. അതും ഞാൻ പറഞ്ഞ് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് നമ്മുടെ ഡ്രസ്സിൽ എവിടെയാണെങ്കിലും പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹാൻഡ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, 3 ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ഇട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെവൽ ഞാൻ ഓൺ ആക്കണ്ടേ. അപ്പോൾ ഇതിൽ എത്രത്തോളം നോയ്സ് ക്യാൻസൽ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലെവൽ നോയ്സ് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വോയിസ് വേരി ആയിട്ടുണ്ടെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴാണ് ഇത് മനസ്സിലാകുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ലെവലും കൂടി ഞാൻ ആക്റ്റീവ് ആയിട്ടോ. അപ്പോൾ സെക്കൻഡ് ലെവലും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ നോയ്സ് ക്യാൻസലേഷൻ ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും ഈ മുകളിൽ ഇൻഡിക്കേറ്റർ വന്നിട്ട് ഫസ്റ്റ് ലെവൽ കൊടുക്കുമ്പോൾ 1 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും, സെക്കൻഡ് കൊടുക്കുമ്പോൾ 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യം കൊടുക്കുമ്പോൾ 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഇത് 3rd ലെവൽ, അതായത് നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3rd ലെവൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 3rd ലെവൽ നോയ്സ് ക്യാൻസലേഷൻ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 3rd ലെവൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു കുറച്ച് ലോങ് നടന്നു പോയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇതേ ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം നമ്മളിപ്പോൾ മൊബൈലിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും ഏകദേശം ഇത്രയൊക്കെ ദൂരത്തല്ലേ പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു 30-40 മീറ്റർ ഒക്കെ പോകും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ വോയിസ് എത്രത്തോളം റെക്കോർഡ് ആവുന്നുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതിപ്പോൾ 3rd ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ഇട്ടിട്ടാണ് ചെയ്യണത്. ഇനി ഇത് നോർമലാക്കി കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മനസ്സിലാവും വ്യത്യാസം. ഇപ്പോൾ ഇതുള്ളത് നോർമൽ മോഡിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ മൈക്കിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ കുറേ മൈക്കുകൾ കമ്പയർ ചെയ്തിട്ട് ഇതിൽ നമ്മൾക്ക് ഒന്ന് താല്പര്യം തോന്നി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ യൂസർ റിവ്യൂ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു തരാം. എനിക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് കിട്ടിയത് 2250 രൂപ റേഞ്ചിലാണ് കേട്ടോ.
അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ J30 എന്നുള്ളത് 1900 രൂപയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 350 രൂപയുടെ വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് ബെറ്ററാണെന്ന് തോന്നിയുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ മൈക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളുടെ പുതിയ വീഡിയോസൊക്കെ ഇനി കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശരി.